morning, students. Good morning, teacher. എന്തായിരിക്കും ഒരു ഉഷാറില്ലാത്ത ആരെന്താ എണീറ്റിക്കാത്തെ? അത് പിന്നെ ടീച്ചർ ചുമ്മാ ഇനി നമ്മളെ ഫസ്റ്റത്തെ ഡേ അല്ലേ ക്ലാസ്സിലെ, അതുകൊണ്ട് എല്ലാവരും ഒന്ന് എണീറ്റിന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഇപ്പൊ എന്ത് ഉഷാറാ നോക്കാം, ഇങ്ങനെ വേണം കേട്ടോ, എണീറ്റ് എന്നിട്ട് വേണം ഗുഡ് മോർണിംഗ് പറയാൻ. ഓക്കെ ടീച്ചർ. ആ മക്കളെ ഇനി എല്ലാവരും ഇരുന്നോളി. അപ്പൊ ടീച്ചറുടെ പേരെന്താന്ന് അറിയാം എല്ലാവർക്കും? ഇല്ല, ടീച്ചറുടെ പേരെന്താ? എന്റെ പേര് രമ എന്നാണ്. എന്നെ നിങ്ങൾ രമ ടീച്ചറിന് വിളിച്ചാൽ മതി കേട്ടോ. ഞാനായിരിക്കും ഇനി മുതൽ നിങ്ങളെ ക്ലാസ് ടീച്ചർ. ഞാൻ മലയാളം സബ്ജക്റ്റാണ് എടുക്കുന്നത് കേട്ടോ. ഓക്കെ ടീച്ചർ. ഓക്കെ, അപ്പൊ എന്നെ പരിചയപ്പെട്ടില്ലേ, ഇനി നിങ്ങളെന്നെ എനിക്ക് പരിചയപ്പെടുത്തിയേ. നിങ്ങളെ പേരും നിങ്ങളെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നും പിന്നെ നിങ്ങൾക്ക് എന്താവാനാണ് ആഗ്രഹം എന്നും ഇവിടെ വന്ന് പറയട്ടോ. നിനക്ക് എന്താവാനാടി ആഗ്രഹം? എനിക്ക് ടീച്ചർ ആവാൻ. നിനക്കെന്താ ആഗ്രഹം? എനിക്കും ടീച്ചർ ആവാൻ തന്നെ. ഞാനല്ലേ എനിക്ക് ടീച്ചർ ആവണമെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ ഈ ഉണക്ക് ടീച്ചർ ആവണമെന്ന് അറിയണേ? എനിക്കും ടീച്ചർ ആവാൻ തന്നെ ആഗ്രഹം. അവള് ഞാൻ പറഞ്ഞിട്ട് ഓൾക്ക് എന്റെ ആഗ്രഹം പറയാനിരുന്നു, എന്നോട് ആഗ്രഹം ചോദിച്ചിരുന്നില്ലേ? ആരെങ്കിലും ഇവിടെ ഒന്ന് പറയേ, ആദ്യം ഇവിടുന്ന് പറട്ടെ. യെസ് ടീച്ചർ. എന്താ പറയണ്ടേ ടീച്ചറെ? നിന്റെ പേര് നിനക്ക് എന്താവാനാണ് ആഗ്രഹം എന്നും ഇവിടെ ഒന്ന് പറയട്ടോ. അപ്പുറത്തേക്ക് ഇരുന്ന് പറ. ഹലോ, എന്റെ പേര് പാറു. എന്നെ പാറുക്കുട്ടീന്ന് വിളിച്ചാൽ മതി നിങ്ങള്. പിന്നെ എനിക്ക് എന്താവാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചാല് എനിക്കൊരു ഗോൾഡിന്റെ ബിസിനസ് തുടങ്ങാനാണ് ആഗ്രഹം. ഒരു ഗോൾഡ് കട തുടങ്ങണം. ആഹാ, പാറുക്കുട്ടിന്റെ ആഗ്രഹം നല്ല വലുതാണല്ലോ. ഓൾക്കോളെ കയ്യുമ്മയും കോത്തിലല്ലോ ഒന്നും പോരാ, ഇനി ഓൾക്ക് സ്വർണ്ണക്കട ആണത്രേ. എന്താ പാറു നിനക്ക് ഈ ആഗ്രഹം വരാനുള്ള കാരണം? എനിക്ക് എന്താ അറിയില്ല ടീച്ചറെ, ജനിച്ച മുതലേ സ്വർണ്ണം ഉണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നു എനിക്കൊരു വലിയ ഗോൾഡ് കട വേണം, എന്നിട്ട് ദിവസം ദിവസം ഇങ്ങനെ ഗോൾഡ് മാറ്റി മാറ്റിയിരുന്നെന്ന്. ആഹാ, അത് നല്ല ആഗ്രഹമാണല്ലോ. അപ്പൊ ഗോൾഡ് വിൽക്കൊന്നും വേണ്ടേ? ഏയ്, വിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ ഞങ്ങൾ പൂത്ത ആവശ്യമല്ലേ. എനിക്കിങ്ങനെ മാറ്റി മാറ്റി ഇടാൻ വേണ്ടിയിട്ട് ദിവസം ദിവസം മാറ്റി മാറ്റി ഇങ്ങനെ ഗോൾഡ് ഇടാൻ വേണ്ടിയിട്ട് ഒരു കട വേണമെന്നുള്ളൂ. ആഹാ, അത് കൊള്ളാം, നല്ല ഐഡിയ. ആഹാ, അപ്പൊ അതിനാണല്ലേ കട തുടങ്ങുന്നത്? ആ ശരി ശരി, പോയിരിക്കെ. ഞാനായിരിക്കണം ഈ നാട്ടിലെ വലിയ പണക്കാരി. അതാവും പാറുക്കുട്ടിയെ, പോയിക്കോ. ഓക്കെ, താങ്ക് യു താങ്ക് യു താങ്ക് യു ഗൈസ്. അപ്പൊ പറഞ്ഞോളൂ. എന്റെ പേര് ലക്ഷ്മി. എനിക്ക് ടീച്ചർ ആവാനാണ് ആഗ്രഹം. എന്റെ വീട്ടില് അച്ഛനുണ്ട്, അമ്മ ഉണ്ട്, അനിയത്തിയുണ്ട്. ഓക്കെ, ഗുഡ് ഗേൾ. ഒരു ക്ലാപ്പ് കൊടുത്തേ, ഓള് നേരെ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ടീച്ചർ. ഓളെ അഹങ്കാരം നോക്കി നോക്കാം. ഞാൻ എനിക്ക് ടീച്ചറാണെന്ന് പറഞ്ഞിട്ട് ഓളിന്റെ ആഗ്രഹം അവിടെ പോയി പറഞ്ഞിക്കാം, എന്നിട്ട് ഓൾക്ക് ക്ലാപ്പ് കിട്ടി. അടുത്ത ആള് വാ, പറഞ്ഞോളൂ കേട്ടോ. എന്റെ പേര് ശിവ. എന്റെ വീട്ടില് അച്ഛനുണ്ട്, അമ്മ ഉണ്ട്, ചേച്ചിയുണ്ട്, ചേട്ടനുണ്ട്. എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞാല് എനിക്ക് ടീച്ചർ ആവാനാണ് ആഗ്രഹം. ആഹാ, ഗുഡ് ഗേൾ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരാഗ്രഹമാണല്ലോ. എന്നെ സീറ്റിൽ പോയിരുന്നോളൂ കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ആള് വാ. ടീച്ചർ എന്താ അവൾക്ക് ക്ലാപ്പ് കൊടുത്തിട്ട് എനിക്ക് തരാമായിരുന്നു ക്ലാപ്പ്? ഓ സോറി, ഞാൻ മറന്നുപോയി. ഒരു ക്ലാപ്പ് കൊടുത്തേ അവൾക്ക്. അയ്യേ, നീ ടീച്ചറെ അടുത്തൊന്ന് പറഞ്ഞു ചോദിച്ചല്ലേ, എനിക്ക് ടീച്ചർ പറയാത്തന്നെ തന്നു. അടുത്ത ആള് വാ. യെസ് ടീച്ചർ. പറയൂ. എൻ്റെ പേര് അപ്പുക്കുട്ടൻ. എൻ്റെ വീട്ടിൽ അച്ഛനുണ്ട്, അമ്മ ഉണ്ട്, അനിയത്തിയുണ്ട്, ഞാനുണ്ട്. എനിക്ക് എന്താവാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചാൽ എനിക്ക് പോലീസ് ആവാനാണ് ആഗ്രഹം. ഓക്കെ, ഗുഡ് ബോയ്. പോയിരിക്കൂട്ടോ. അടുത്ത ആള് വാ, പറഞ്ഞോളൂട്ടോ. എൻ്റെ പേര് വിഷ്ണു. എൻ്റെ വീട്ടിൽ അച്ഛനുണ്ട്, അമ്മ ഉണ്ട്, ചേട്ടത്തിയുണ്ട്, ചേട്ടനുണ്ട്, ഞാനുണ്ട്. എനിക്ക് എന്താവാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചാൽ എനിക്ക് പൈലറ്റ് ആവാനാണ് ആഗ്രഹം. ആഹാ, ഗുഡ് ബോയ്. നിനക്ക് പൈലറ്റ് ആവാനാണ് ആഗ്രഹം? യെസ് ടീച്ചർ. ഓക്കെ, ഗുഡ് ലക്ക്. ഇനി ആ ബാക്കിലിരിക്കുന്ന ആളിങ്ങോട്ട് പോന്നേ. യെസ് ടീച്ചർ. പറഞ്ഞോളൂട്ടോ. എൻ്റെ പേര് സൽമാൻ. എനിക്ക് ഉമ്മണ്ട്, ഉപ്പുണ്ട്, താത്തണ്ട്, കാക്കുണ്ട്, ഞാനുണ്ട്. എനിക്ക് എന്താവാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു ബേക്കറി കട ഇടാനാണ് ആഗ്രഹം. അതെന്താ സൽമാനെ നീ അങ്ങനെ പറഞ്ഞേ? അതാവുമ്പോ ടീച്ചർ എനിക്ക് ദിവസം ബേക്കറി എന്നാലോ. ആഹാ, അത് വലിയ ആഗ്രഹമായി പോയല്ലോ. പിന്നെ അല്ലാതെ ദിവസം ബേക്കറി എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല, വലിയ കാര്യം തന്നെ. ആഹാ, അല്ലാതെ നിനക്ക് വേറെ ആഗ്രഹങ്ങളൊന്നുമില്ല? പിന്നെ എനിക്ക് ഡോക്ടർ ആവണം എന്നൊക്കെ ചെറിയ ആഗ്രഹം ഉണ്ട്, പക്ഷേ അത് നടക്കൂല. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞേ? പരിശ്രമിച്ച എന്താണെങ്കിലും നേടാൻ കഴിയുമല്ലോ. ആ പരിശ്രമം വീട്ടിൽ കുറെ നടത്തിയതാ, അത് ഇതുവരെ സക്സസ് ആയില്ല. അതെന്താ പറ്റിയടാ? ഞാൻ ഉമ്മമ്മക്ക് വയ്യാന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു സൂചി എടുത്തോണ്ട് കുത്തണ കൊടുത്തിരുന്നു. പിന്നെ ഉമ്മമ്മ ഇടക്കിടക്കിന്ന് നീച്ചിട്ടില്ല, അപ്പൊ ഞാൻ ഡോക്ടറല്ല അവസ്ഥ ആലോചിച്ചാക്കാം. എന്നാ പിന്നെ മോനെ ആവണ്ട, പോയിരിക്കും മോന്റെ അടുത്ത മാസം. ആഹാ, അപ്പൊ എല്ലാരും ആഗ്രഹങ്ങൾ കഴിഞ്ഞോ? യെസ് ടീച്ചർ. ഇന്ന് ക്ലാസ്സിലെ ഫസ്റ്റ് ദിവസം ആവുകൊണ്ട് എല്ലാവർക്കും സ്വീറ്റ്സ് ഉണ്ട് കേട്ടോ. ആഹാ, എങ്കിൽ വേണ്ടാ ടീച്ചറെ. എന്നാ എടുത്തോളൂട്ടാ, കഴിച്ചോളൂട്ടാ. സൽമാനെ പറ്റി അവന്റെ തീറ്റ നടത്തി. അല്ല പിന്നെ എന്നെ ടീച്ചർ വർത്താനം പറഞ്ഞിട്ടൊന്നും കാര്യമല്ല. ഇനി ഞാനിത് കഴിഞ്ഞിട്ടുള്ളൂ ടീച്ചറെ മുഖത്ത് നോക്കുക. ഇവരിങ്ങനെ തിന്നണ കാണുമ്പോ കൊതിയാവണോന്ന് ഞാനും തിന്നട്ടെ. ടീച്ചർ എന്റെ കയ്യിൽ എനിക്ക് ഒന്നും കൂടി തരുമോ? ആഹാ, അത് കൊള്ളാലോ. എല്ലാരും തിന്നണതിന്റെ മുമ്പ് നീ വേഗം തിന്നേച്ചിക്കാലോ അടുത്തെടുക്കാന്. അത് പിന്നെ ടീച്ചർ എനിക്ക് ഇങ്ങനത്തെ കിട്ടിയ വേഗം പള്ളിക്ക് പോണം. അതെന്റെ തീറ്റ കണ്ടപ്പോ എനിക്കും തോന്നി. എന്നാ ഒന്നും കൂടി തരാം, ഇനി ചോദിക്കരുത് കേട്ടാ. ഇന്നാ. ഓക്കെ, താങ്ക് യു ടീച്ചർ. ടീച്ചർ എനിക്കൊന്ന്. ആഹാ, അത് കൊള്ളാലോ. അപ്പൊ ഈ പ്ലേറ്റത്തെ മൊത്തം കഴിയോ? നിങ്ങളൊക്കെ എടുത്തിട്ട് വേണം ടീച്ചർമാർക്ക് എടുക്കാന്. എനിക്കൊന്ന് വേണം. ഇന്ന
സൂക്ഷിക്കണല്ലോ. അതെന്തായാലും ടീച്ചർ സൂക്ഷിക്കേണ്ടി വരും. അങ്ങനത്തെ ചെറുക്കളൊക്കെ ഇവിടെ വന്നിക്കണം. ഈ ഒട്ടും മോശമൊന്നുമല്ല. അപ്പൊ കുട്ടികളെ ഞാൻ തിന്നാണ്. എന്നിട്ട് നമുക്ക് കുറച്ച് പഠിക്കാണ്ടെന്ന്. ബെല്ലടിക്കാൻ കുറച്ചുകൂടി ടൈം ഉണ്ട്. അപ്പത്തിന് നമുക്ക് എന്തെങ്കിലും ഒക്കെ ഒന്ന് പഠിക്കണം ബെല്ലടിക്കുമ്പത്തിന്. അത് വേണോ ടീച്ചറെ? ആഹാ, പിന്നെ മോനെന്തിനാ ഇങ്ങോട്ട് പോന്നു? അപ്പൊ നിങ്ങൾ വേഗം തിന്നൂടി. ഞാൻ ടീച്ചർമാർക്ക് കൊണ്ടേ കൊടുത്തിട്ട് വരാം. അപ്പത്തിന് വേഗം തിന്നല് കഴിക്കൊണ്ടു. എന്നിട്ട് വേണം ക്ലാസ് എടുക്കാൻ. ഓക്കെ ടീച്ചർ. അപ്പൊ നിങ്ങളുടെ എല്ലാവരും കഴിഞ്ഞില്ലേ? ഇനി നമുക്കൊന്ന് ക്ലാസ് തുടങ്ങിയാലോ? എന്താ പഠിപ്പിക്കുന്നത് ടീച്ചറെ? ഇതാണ് പഠിക്കുന്നത്. എന്താ പറയാൻ പറ്റുമായിരിക്കും? ഇത് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് അല്ലേ? ഇതാർക്കും അറിയാത്തത്? ഗുഡ് ബോയ്. നിങ്ങൾക്ക് അറിയാൻ നോക്കാറിയാലോ ടീച്ചറെ. ഇതിൽ ഫസ്റ്റത്തെ ലെറ്റർ ഏതാ? സൽമ പറഞ്ഞേ. ഫസ്റ്റിലെ ലെറ്റർ എ. പിന്നത്തെ ലെറ്റർ ഏതാ? ശിവ പറഞ്ഞേ. ബി. അടുത്ത ലെറ്റർ ഏതാ? പാറു പറഞ്ഞേ. സി. അടുത്ത ലെറ്റർ ഏതാ? ശിവ പറഞ്ഞേ. ഡി. അടുത്ത ലെറ്റർ ഏതാ? അപ്പു പറഞ്ഞേ. ഇ. അടുത്ത ലെറ്റർ ഏതാ? വിഷ്ണു പറഞ്ഞേ. എഫ്. ആഹാ, അപ്പൊ എല്ലാവർക്കും നല്ലോണം അറിയാലോ. നെക്സ്റ്റ് ലെറ്റർ ഏതാണെന്ന് ആർക്കറിയാം? എനിക്കറിയാം ടീച്ചർ. ജെ അല്ലേ? ജെ അല്ലട്ടോ വരുന്നത്, ജി ആട്ടോ വരുന്നത്. ഓ ആണോ? മറന്നുപോയി ടീച്ചർ. അതാണ് നേരെ നോക്കാതെ വായിച്ചാൽ അങ്ങനെ ഉണ്ടാവും. അല്ല നേരെ നോക്കി വായിച്ചാൽ കറക്റ്റ് ആവും. ഇറ്റ്സ് ഓക്കെ ടീച്ചർ. ഈ ചെറുക്കന് കുറച്ച് മെയിൻ ആവല അധികമാണല്ലോ. അതുണ്ടാവൂടി. പെണ്ണുങ്ങളെ മുമ്പിലൊന്നും ആളാവണ്ടേ? ആരുടെ മുമ്പില്? ശിവന്റെ മുമ്പിലോ? അല്ലടി എന്റെ മറ്റേന്റെ മുമ്പില്. ഓൾ എന്തെങ്കിലും വഴക്കുണ്ടാക്കാൻ പറ്റാൻ നോക്കുക. ഇനി എഫ് കഴിഞ്ഞിട്ടില്ലേ ടീച്ചർ ബാക്കി പറഞ്ഞുതരാട്ടോ. എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ് വൈ സെഡ്. ഓക്കെ കുട്ടികളെ, ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ? യെസ് ടീച്ചർ. ബെല്ലടിച്ചില്ലേ? അപ്പൊ സ്കൂൾ വിടാനായി.